ടീം ആർക്കമിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് K2 റിന്യൂവബിൾ എനർജി എന്ന് പറയുന്ന പേപ്പർ S7 പേപ്പറിനകത്ത് റിന്യൂവബിൾ എനർജി പാർട്ടിനകത്ത് ഒരു വിൻഡ് മില്ലിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന പവർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡയറക്റ്റ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സ് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മറക്കാതെ കമന്റ് ചെയ്യുക. സോ ചോദ്യം ഇങ്ങനെയാണ്: three-bladed wind rotor with a blade length of 52 meter operating in a wind stream having the wind velocity of 13 meter per second. അതായത് നമുക്കൊരു 3-bladed wind rotor ആണുള്ളത്. സോ നമ്മുടെ ഒരു 3-bladed wind rotor ഉണ്ട്. ഈ വിൻഡ് റോട്ടറിന്റെ ഒരു ബ്ലേഡിന്റെ ലെന്ത് എന്ന് പറയുന്നത് 52 മീറ്റർ ആണ്. 52 മീറ്റർ ആണ്. സോ ബേസിക്കലി നമുക്കറിയാം ഒരു വിൻഡ് റോട്ടർ എന്ന് പറയുന്നത് സർക്കുലർ ഡയറക്ഷൻ ആയിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്. സോ ബേസിക്കലി ഈ എന്താ പറയുക ബ്ലേഡിന്റെ ലെന്ത് എന്ന് പറയുന്നത് ആ സർക്കിളിന്റെ റേഡിയസ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. ആ ഏരിയയിൽ വിൻഡ് വെലോസിറ്റി 13 മീറ്റർ പെർ സെക്കൻഡ് ആണ്. എയർ ഡെൻസിറ്റി വാല്യൂ എന്ന് പറയുന്നത് 1.23 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. പവർ കോഎഫിഷ്യന്റ് വാല്യൂ എന്ന് പറയുന്നത് 0.3 ആണ് തന്നിട്ടുണ്ട്. എക്സ്ട്രാക്റ്റബിൾ പവർ കണ്ടുപിടിക്കുന്നത് P is equal to 1/2 into rho into A into V cube into CP. ഓരോ കോഎഫിഷ്യന്റ് എന്താണെന്ന് അറിയണം. റോ എന്ന് പറയുന്നത് നമ്മൾ ഏത് ഏരിയയിലാണ് വെച്ചിരിക്കുന്നത് അവിടുത്തെ എയർ ഡെൻസിറ്റി കൂടുന്നതനുസരിച്ചിട്ട് എക്സ്ട്രാക്ട് എടുക്കാൻ പറ്റുന്ന പവർ കൂടും. കാരണം ആ എയറിന്റെ ഡെൻസിറ്റി കൂടുതലാകുമ്പോൾ ഇറ്റ് ക്യാൻ ഗീവ് മോർ എനർജി ടു ദി പർട്ടിക്കുലർ സിസ്റ്റം. ദെൻ എന്താണ് വി എന്ന് പറയുന്നത് വിൻഡിന്റെ വെലോസിറ്റി ആണ്, അല്ലെങ്കിൽ വെലോസിറ്റി ഓഫ് ദ വിൻഡ് വെലോസിറ്റി ഓർ വെലോസിറ്റി ഓഫ് ദ വിൻഡ്. സി പി എന്ന് പറയുന്നത് പവർ കോഎഫിഷ്യന്റ് ആണ്. ഓരോ സിസ്റ്റത്തിന്റെയും പവർ കോഎഫിഷ്യന്റ് വ്യത്യാസം ഉണ്ടാവും. അത് ആ ഇൻസ്ട്രുമെന്റിന് എന്താണ് ഇൻബിൽഡ് കപ്പാസിറ്റി ആണ്. സോ ഓരോ മെഷീനും വ്യത്യാസം വന്നുകൊണ്ടേയിരിക്കും. ദെൻ എന്താണ് ഇവിടുത്തെ എ എന്ന് പറയുന്നത് സ്വാപ്പ് ഏരിയ. എന്താണ് ഈ സ്വാപ്പ് ഏരിയ അല്ലെങ്കിൽ സ്വെപ്റ്റ് ഏരിയ എന്ന് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നത് ഈ പറയപ്പെടുന്ന ബ്ലേഡ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എത്രത്തോളം ഏരിയ കവർ ചെയ്യുന്നുണ്ട്. അതിന് കാരണം എന്താ, കൂടുതൽ ഏരിയ കവർ ചെയ്യാൻ പറ്റുമെങ്കിൽ കൂടുതൽ എയർ എന്താണ് അതിനകത്തൂടെ കടന്നു പോകും. അതുകൊണ്ടാണ് അതിനകത്ത് കാരണമായിട്ട് വരുന്നത്. സോ നമുക്ക് ഫസ്റ്റ് ഏരിയ കണ്ടുപിടിക്കാം. ഇതൊരു സർക്കുലർ മോഷൻ ആണ്. ഏരിയ ഈസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ എന്ന് കിട്ടും. നമുക്കിവിടെ എന്താണ് ബ്ലേഡിന്റെ ലെന്ത് 52 മീറ്റർ തന്നിട്ടുണ്ട്. അപ്പൊ 52 മീറ്റർ ആണ് നത്തിങ് ബട്ട് എന്തെന്ന് പറയുന്നത് ആ സിസ്റ്റത്തിന്റെ റേഡിയസ് എന്ന് പറയുന്നത്. റേഡിയസ് ഈസ് ഈക്വൽ ടു 52 മീറ്റർ. കാരണം ഈ സർക്കുലർ മോഷനിൽ മൂവ് ചെയ്യുന്നു. ബ്ലേഡ് ലെന്ത് തന്നെയാണ് എന്ത് അതിന്റെ റേഡിയസ് ആയിട്ട് വരും. കാരണം ഇതൊരു സർക്കുലർ മോഷൻ ആയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും റേഡിയസ് എന്ന് പറഞ്ഞാൽ ബ്ലേഡ് ലെന്ത് തന്നെ. ഓക്കെ, നമുക്ക് പൈ ആർ സ്ക്വയർ ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കാം. പൈയുടെ വാല്യൂ നമുക്ക് രണ്ട് വാല്യൂ എടുക്കാം. ഒന്നെങ്കിൽ 22/7 എടുക്കാം, അല്ലെങ്കിൽ 3.14 എടുക്കാം. സോ 3.14 ഇൻറ്റു 52ന്റെ സ്ക്വയർ എന്ന് വരും. സോ ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് 8495.36 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. നമുക്ക് എന്ത് കിട്ടി, ഏരിയ വാല്യൂ എന്ന് പറഞ്ഞ് കിട്ടി. നൗ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പിടിക്കാം, പവർ കണ്ടുപിടിക്കാം. നമ്മുടെ ഇക്വേഷൻ ഉണ്ട് P is equal to 1/2 into റോ എന്ന് പറഞ്ഞാൽ എയർ ഡെൻസിറ്റി ഇവിടെ തന്നിട്ടുണ്ട് 1.23 ആണ്. എല്ലാം SI യൂണിറ്റിൽ തന്നെയാണ്. സോ ഒന്നും കൺവേർട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇൻറ്റു ഏരിയ എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചു, 8495.36 എന്ന് കണ്ടുപിടിച്ചു. വിൻഡ് വെലോസിറ്റി എത്രയാണ്, വിൻഡ് വെലോസിറ്റി എന്ന് പറയുന്നത് 13 മീറ്റർ പെർ സെക്കൻഡ്. സോ 13 into 13 എന്ന് വന്നു. ദെൻ ഇവിടുത്തെ പവർ കോഎഫിഷ്യന്റ് വാല്യൂ എത്രയാണ്, പവർ കോഎഫിഷ്യന്റ് വാല്യൂ എന്ന് പറയുന്നത് 0.6 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നമ്മളിതിനെ സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്നത് 3447471.42 or 441 വാട്ട് എന്ന് കിട്ടും. കാരണം പവറിന്റെ യൂണിറ്റ് ആണ് വാട്ട്. നമുക്കൊന്നെങ്കിൽ W എന്ന് കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ വാട്ട് എന്ന് WATT എന്ന് എഴുതാം. then വലിയ വാല്യൂ ആയതുകൊണ്ട് ഈ വാട്ടിനെ നമുക്ക് കിലോ വാട്ടിലേക്ക് മാറ്റാം. കിലോ വാട്ടിലേക്ക് മാറ്റാൻ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഈ വാല്യൂ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 344, അതായത് 3474.471. 471 നമുക്ക് എന്ത് ചെയ്യാം, റൗണ്ട് ഓഫ് ചെയ്യാം. നമ്മളിത് 2 ആണ്, ലെസ് ദാൻ 5 ആയതുകൊണ്ട് 4 മാത്രം വരും. 4 ആണ്, ലെസ് ദാൻ 5 ആണ്, സോ 1 മാത്രം വരും. സോ മാറ്റിക്കഴിഞ്ഞാൽ എന്ത് കിട്ടി, 47 എന്ന് കിട്ടി. 47 കിലോ വാട്ട് എന്ന് കിട്ടി. സോ നമുക്ക് ആ സിസ്റ്റത്തിൽ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന പവറിന്റെ വാല്യൂ എന്ന് പറയുന്നത് 3447 കിലോ വാട്ട് അവർ ആയിരിക്കും, കിലോ വാട്ട് ആയിരിക്കും. സോ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ മറക്കാതെ കമന്റ് ചെയ്യുക. കീപ് വാച്ചിങ്, കീപ് ലേണിംഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.